നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ് ഇന്ന് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുകിട്ട് ചേർത്ത് കൊടുക്കാം. അത് പൊട്ടിക്കഴിയുമ്പോൾ 5 പച്ചമുളക്, ഒരു 6 വലിയ കഷ്ണം ഉള്ളി, ഒരു 6 കഷ്ണം വെളുത്തുള്ളി ചതച്ചത്, തേങ്ങാക്കൊത്ത്, ആവശ്യത്തിന് തേങ്ങാക്കൊത്ത്, നമുക്ക് ഇതിനകത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് അതൊന്ന് വഴന്ന് വരുമ്പോൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചതച്ച് വെച്ച ഉള്ളി അതും ചതച്ച് വെച്ച പച്ചമുളക് കീറി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഞാനിതിനകത്ത് ചതച്ചാണ് ചേർത്തേക്കുന്നത്. ഒന്ന് വഴറ്റാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ വഴുതനങ്ങ വെള്ളത്തിൽ അരിഞ്ഞിട്ടതാണ്. ഇതിനകത്തൊരു കറയുണ്ട്, അതുകൊണ്ടാണ് വെള്ളത്തിൽ അരിഞ്ഞിട്ടത്. ആ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം ആ വഴുതനങ്ങയും കൂടെ അതിനകത്ത് ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി എല്ലാം കൂടെ ഒന്ന് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടെ മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.